എല്ലാവർക്കും കഥയുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ പ്രജ്ഞാപാരമ്യം എന്ന കഥയാണ്. പണ്ട് സിംഹളദേശത്ത് സിംഹവിക്രമൻ എന്നു പേരായി ഒരു തസ്കരനുണ്ടായിരുന്നു. ജനിച്ച നാൾ മുതൽ അന്യരിൽ നിന്ന് അപഹരിച്ച് കൂട്ടിയിരുന്ന ധനം കൊണ്ടാണ് അയാൾ തടിച്ചു വളർന്നു വന്നത്. സ്വന്തം നിലയിലും ആ വിധത്തിൽ ധാരാളം ധനം സമ്പാദിച്ചപ്പോൾ അയാൾ ചോരവൃത്തിയിൽ നിന്ന് വിരമിച്ച് സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ പരലോകത്തിൽ ചെല്ലുമ്പോൾ ഈ ചൗരകർമ്മത്തിൻ്റെ ഫലമായി നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ. അവിടെ ആരാണ് എനിക്ക് സഹായം? വിഷ്ണുരുദ്രന്മാരെ ഇപ്പോഴേ സേവിച്ച് പാപശാന്തി വരുത്താമെന്ന് വെച്ചാൽ അവരിൽ ആരെയാണ് ഭജിക്കേണ്ടതെന്ന് നിശ്ചയമില്ല. മുനിമാർ മറ്റു ദേവന്മാരെയും സേവിക്കാറുണ്ട്. അതിനാൽ ഇവരിൽ ആരുമല്ല ഭേദം. സകല ജീവികളുടെയും സുഹൃത ദുഷ്കൃതങ്ങളുടെ കണക്ക് എഴുതി വയ്ക്കുന്നതാരോ ആ ചിത്രഗുപ്തനെ സേവിക്കുന്നതാണ് എളുപ്പമായ രക്ഷാമാർഗം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സകല ഇടപാടുകൾക്കും പൊതുവായ ഏക ഗുമസ്തൻ അദ്ദേഹമാണ്. ലോക നേതാക്കളുടെ നിയമങ്ങൾക്ക് എന്തെങ്കിലും ഭേദഗതി വരുത്തുവാനും ദൈവവിധി ആവശ്യാനുസരണം തിരുത്തി എഴുതുവാനും സ്വാഭിപ്രായം യുക്തിപൂർവം രേഖപ്പെടുത്തുവാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകഭരണത്തിൻ്റെ യന്ത്രമിരിക്കുന്നത് ചിത്രഗുപ്തൻ്റെ കയ്യിലാണ് എന്നിപ്രകാരം ചിന്തിച്ച് ചോരനായ സിംഹവിക്രമൻ തൻ്റെ ഭക്തി മുഴുവൻ ചിത്രഗുപ്തനിൽ സമർപ്പിച്ച് ആരാധന തുടങ്ങി. ചിത്രഗുപ്തനെ മാത്രം ധ്യാനിക്കുകയും നിത്യവും പൂജിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രീതി ലഭിക്കുവാനും ആശീർവാദത്തിനും വേണ്ടി ബ്രാഹ്മണാദികളായ അതിഥികളെ സൽക്കരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുകയും തുടർന്നു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചിത്രഗുപ്തൻ ഈ ചോരനെ കാണുവാനായി ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അയാളുടെ ഭവനത്തിൽ വന്നു. ചോരൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ഭക്തിപൂർവ്വം ഭോജനവും ദക്ഷിണയും നൽകിക്കൊണ്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു: മഹാത്മൻ, ചിത്രഗുപ്തൻ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം. അത് കേട്ട് ചിത്രഗുപ്തൻ ചോദിച്ചു: അതെന്താണ് താങ്കൾ വിഷ്ണു രുദ്രാദികളെ വിട്ട് ചിത്രഗുപ്ത പ്രസാദം ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിൽ നിന്നും എന്ത് കിട്ടാനാണ്? സിംഹവിക്രമൻ പറഞ്ഞു: മറ്റു ദേവന്മാരിൽ നിന്നും എന്തെല്ലാം ലഭിക്കുമോ അതെല്ലാം ചിത്രഗുപ്തനിൽ നിന്ന് ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ട് ബ്രാഹ്മണരൂപിയായ ചിത്രഗുപ്തൻ പറഞ്ഞു: എന്നാൽ അങ്ങനെ ഒരു അനുഗ്രഹം എന്നിൽ നിന്ന് വേണമെങ്കിൽ താങ്കളുടെ ഭാര്യയെ എനിക്ക് ദാനം ചെയ്യണം. ഇത് കേട്ട് തസ്കരൻ സന്തോഷത്തോടെ ഇഷ്ടദേവൻ്റെ പ്രീതിക്കായി ഞാൻ അങ്ങേക്ക് എൻ്റെ ഭാര്യയെ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് സന്തുഷ്ടനായ ചിത്രഗുപ്തൻ സ്വന്തം രൂപം പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭക്ത, നിന്നിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുള്ളൂ. സിംഹവിക്രമൻ അത്യാനന്ദത്തോടെ പറഞ്ഞു: ഭഗവാൻ, എനിക്ക് മരണമുണ്ടാകാതിരിക്കത്തക്ക വിധം അനുഗ്രഹിക്കണം. ചിത്രഗുപ്തൻ പറഞ്ഞു: ഭക്ത, മരണത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്ന കാര്യം മാത്രം സാധിക്കുന്നതല്ല. എന്നാലും ഞാനൊരു ഉപായം പറഞ്ഞുതരാം. ബുദ്ധിപൂർവം നീ അത് പ്രവർത്തിക്കണം. ഉപായം കേട്ടുകൊള്ളൂ. ശുക്രമുനി നിമിത്തം കാലനെ ഒരിക്കൽ പരമശിവൻ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കുകയുണ്ടായി. പിന്നീട് കാര്യവശാൽ വീണ്ടും ജനിപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ ശുക്രമുനി എവിടെയുണ്ടോ ആ പ്രദേശത്തേക്ക് കാലൻ പ്രവേശിക്കുകയില്ല. അവിടെയുള്ള ജീവികളെ അപഹരിക്കുകയുമില്ല. ശുക്രമുനി ഇപ്പോൾ കിഴക്കേ സമുദ്രത്തിൻ്റെ തീരത്ത് തരങ്കിണി നദിയുടെ മറുകരയിലുള്ള തപോവനത്തിലാണ് വസിക്കുന്നത്. കാലൻ കടക്കാത്ത ആ സ്ഥാനത്ത് നിന്നെ ഞാൻ കൊണ്ടുപോയി വിടാം. അവിടെ തന്നെ സ്ഥിരമായി വസിച്ചു കൊള്ളണം. അഥവാ അബദ്ധത്തിൽ നീ ഇക്കരെ കടക്കുവാൻ ഇടവന്നാൽ കാലൻ്റെ ആക്രമണം ഉണ്ടാവും. അങ്ങനെ നീ മരണപ്പെടുകയാണെങ്കിൽ പരലോകത്തിൽ വരുമ്പോൾ ഞാൻ വേണ്ടത് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് ചിത്രഗുപ്തൻ സിംഹവിക്രമനെ കൂട്ടിക്കൊണ്ടുപോയി ശുക്രമുനിയുടെ ആശ്രമ പ്രദേശത്ത് എത്തിച്ച ശേഷം അപ്രത്യക്ഷനായി. അനന്തരം സിംഹവിക്രമൻ്റെ ആയുഷ്കാലം അവസാനിച്ചപ്പോൾ കാലൻ അയാളെ അന്വേഷിച്ച് പുറപ്പെട്ടു. തരങ്കിണി നദിയുടെ ഇക്കരയിൽ വന്നു നോക്കിയപ്പോൾ അയാളെ പിടികൂടാൻ അസാധ്യമെന്ന് കണ്ട് മറ്റൊരു ഉപായം പ്രയോഗിക്കാൻ നിശ്ചയിച്ചു. മായയാൽ ഒരു ദിവ്യ സ്ത്രീയെ സൃഷ്ടിച്ച് അയാളെ വശീകരിച്ച് ഇക്കരെ കൊണ്ടുവരാൻ നിയോഗിച്ചയച്ചു. മോഹിനിയായ അവൾ സിംഹവിക്രമനെ സമീപിച്ച് തൻ്റെ സൗന്ദര്യം കൊണ്ട് മോഹിപ്പിച്ച് വശീകരിച്ചു. അയാളെ
വിനോദിപ്പിച്ച് കുറേ ദിവസം അവിടെ കഴിച്ചുകൂട്ടി. അനന്തരം അവൾ തൻ്റെ ബന്ധുക്കളെ കണ്ടുവരുവാൻ ഇക്കരയ്ക്ക് വിട്ടയക്കണമെന്ന് അയാളോട് അപേക്ഷിച്ചു. അതനുസരിച്ച് അയാൾ അവളെ നദിയുടെ കരയിൽ കൊണ്ടുവന്ന് കടന്നു പൊയ്ക്കോളുവാൻ പറഞ്ഞ് അവിടെ നിന്നു. അവൾ നദി നീന്തി മധ്യത്തിലായപ്പോൾ ഒഴുക്കിൽപ്പെട്ട് അപായപ്പെടുവാൻ പോകുന്ന ഭാവം നടിച്ച്, പ്രാണനാഥ, ഞാൻ മുങ്ങി മരിക്കുവാൻ പോകുന്നത് കണ്ടില്ലേ, എന്നെ രക്ഷപ്പെടുത്താതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് വിലപിച്ചു. തൽക്ഷണം അയാൾ ഓടിച്ചെന്ന് നദിയിലിറങ്ങി അവളെ പിടിച്ച് നദിയുടെ മറുകരയിലെത്തിച്ചു. അയാൾ ഇക്കരെ എത്തിയ മാത്രയിൽ അവിടെ കാത്തുനിന്നിരുന്ന കാലൻ പാശം കഴുത്തിലിട്ട്, ഏതു ബുദ്ധിമാനും വിഷയാസക്തനായി തീർന്നാൽ ആപത്തു തലയിൽ വീഴും എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് പരലോകത്തിലേക്ക് പോയി. യമലോകത്തിലെത്തിയപ്പോൾ വിക്രമസിംഹനെ കണ്ട് ചിത്രഗുപ്തൻ രഹസ്യമായി പറഞ്ഞു, നീ ചെയ്തിട്ടുള്ള പുണ്യകർമ്മത്തിൻ്റെയും പാപകർമ്മത്തിൻ്റെയും ഫലമായി സ്വർഗവാസവും നരകവാസവും രണ്ടും പ്രത്യേകം പ്രത്യേകം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം ഏതനുഭവിക്കാനാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം സ്വർഗവാസം മതി എന്ന് നീ പറയണം. സ്വർഗത്തിൽ ചെന്നാൽ നീ സുഖമെടുക്കാൻ പോകാതെ അവിടെ ഇരുന്ന് തപസ് ചെയ്ത് പാപം മുഴുവൻ പരിഹരിക്കണം. അതിനുശേഷം നിനക്ക് നിത്യസുഖിയായി സ്വർഗത്തിൽ വാഴാം. ഇത്രയും ഉപദേശിച്ച് ചിത്രഗുപ്തൻ മറഞ്ഞു. അത് കഴിഞ്ഞ് യമധർമ്മൻ അയാളുടെ പുണ്യപാപത്തെക്കുറിച്ച് ചിത്രഗുപ്തനോട് അന്വേഷിച്ച്, ഇവൻ ഒരു മഹാതസ്കരനായിരുന്നുവല്ലോ, വല്ല പുണ്യാംശവും ഇവൻ ചെയ്തതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് ചിത്രഗുപ്തൻ പറഞ്ഞു, ഉണ്ട് സ്വാമിൻ, ഇവൻ ഒരു അതിഥിപ്രിയനായിരുന്നു. അനേകം ബ്രാഹ്മണർക്ക് അന്നദാനവും ധനദാനവും ചെയ്തതുകൂടാതെ ഒരു ബ്രാഹ്മണന് സ്വന്തം ഭാര്യയെ കൂടി ദാനം ചെയ്തിട്ടുണ്ട്. അത് കേട്ട് ധർമ്മരാജൻ, എടാ, നിനക്ക് പുണ്യകർമ്മത്തിൻ്റെ സ്വർഗവാസമോ ആദ്യം വേണ്ടത് പാപകർമ്മത്തിൻ്റെ നരകവാസമോ എന്ന് ചോദിച്ചു. അത് കേട്ട് സിംഹവിക്രമൻ, എനിക്ക് ആദ്യം സ്വർഗവാസം മതി എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ യമധർമ്മൻ ഒരു ഭടനെ വിളിച്ച് ഇവനെ വിമാനത്തിലേറ്റി സ്വർഗത്തിൽ വിടുക എന്നാജ്ഞാപിച്ചു. അത് കേട്ട് യമഭടൻ സിംഹവിക്രമനെ വിമാനത്തിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോയി വിട്ടു. അന്നു മുതൽ അയാൾ സ്വർഗത്തിലെ ദിവ്യഭോഗങ്ങളിലൊന്നിലും ശ്രദ്ധ പതിപ്പിക്കാതെ ചിത്രഗുപ്തൻ്റെ ഉപദേശം സ്മരിച്ച് ആകാശഗംഗയുടെ തീരത്ത് ചെന്നിരുന്ന് ശങ്കരധ്യാനത്തിൽ മനസ്സിലയിപ്പിച്ച് തീവ്രമായ തപസ് ചെയ്തു. സർവപാപങ്ങളും ദഹിപ്പിച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആത്മശുദ്ധി സമ്പാദിച്ചു. തൽഫലമായി യമദൂതന്മാർക്ക് അയാളെ നരകത്തിലേക്ക് തിരികെ കൊണ്ടുപോരുവാൻ സാധ്യമല്ലാതായി തീർന്നു. അങ്ങനെ സ്വർഗവാസത്തിന് സ്ഥിരാവകാശിയായി തീർന്ന സിംഹവിക്രമൻ്റെ പേരേട് നോക്കി ചിത്രഗുപ്തൻ അയാളുടെ പാപങ്ങളുടെ വിവരണമെല്ലാം വെട്ടിക്കളഞ്ഞു. യമധർമ്മൻ അത് കണ്ട് മൗനം പൂണ്ടിരുന്നു. തസ്കരൻ പോലും പ്രജ്ഞാശക്തിയാൽ ദിവ്യസിദ്ധി നേടുകയുണ്ടായി. ഇത്തരത്തിൽ ഈശ്വരഭജനം കൊണ്ട് നേടാനാവാത്തതായി ഒന്നുമില്ല എന്ന് കാണിക്കുന്ന ഒരു കഥയാണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും കൂടുതലായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസിന് ലൈക്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം, ലൈക്സ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.